ഇന്ത്യയിലെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച നിയമങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും ഇതിൽ എല്ലായ്പ്പോഴും പുരുഷൻ തെറ്റുകാരനാകണമെന്നില്ലെന്ന് അലഹാബാദ് ഹൈക്കോടതി. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ പരാതിക്കാരി സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 16-ാം വകുപ്പ് പ്രകാരം ലൈംഗിക കുറ്റകൃത്യ നിയമങ്ങൾ ഒരു സ്ത്രീയുടെയോ പെൺകുട്ടിയുടെയോ അന്തസ്സും ബഹുമാനവും സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ്. എന്നാൽ ഇതിലെല്ലാ സാഹചര്യങ്ങളിലും പുരുഷൻ മാത്രം തെറ്റുകാരനാകണമെന്നില്ല. ഇത്തരം സംഭവങ്ങളിൽ സ്ത്രീയുടെയും പുരുഷന്മാരുടെയും മേൽ ഒരുപോലെ കുറ്റം ചുമത്തപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ജസ്റ്റിസുമാരായ രാഹുൽ ചതുർവേദി, നന്ദ്പ്രഭ ശുക്ല എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. IPC സെക്ഷൻ 323, 504, 506, 376, SC/ST ആക്ട് സെക്ഷൻ 3 ക്ലോസ് 2 ക്ലോസ് V എന്നിവ പ്രകാരമാണ് യുവതിയുടെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ ഈ വർഷം ഫെബ്രുവരിയിൽ IPC സെക്ഷൻ 323 പ്രകാരം വിചാരണ കോടതി പ്രതിയെ ഗുരുതരമായ എല്ലാ കുറ്റങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാക്കിക്കൊണ്ട് 6 മാസത്തെ തടവ് ശിക്ഷ വിധിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് യുവതി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. 2014 യുവതിയും പ്രതിയും പരിചയപ്പെട്ടതെന്നും പിന്നാലെ ഇവർ പ്രണയബന്ധത്തിൽ ആവുകയായിരുന്നുവെന്നും യുവതി പറയുന്നു. ഇരുവരുടെയും ബന്ധം ആഴത്തിലായതിനാൽ അത് വിവാഹത്തിനു മുൻപുള്ള ലൈംഗിക ബന്ധത്തിലേക്കും നയിച്ചു. പ്രതി യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായും പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. പിന്നീട് 2018 യുവാവ് ഒരു കോളേജിൽ ജോലിക്ക് കയറിയതിനു ശേഷമാണ് തന്നോടുള്ള സമീപനത്തിൽ മാറ്റം വന്നതെന്നും യുവതി ആരോപിക്കുന്നു. തുടർന്ന് 2019 വിവാഹം കഴിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് ഇയാൾ യുവതിയെ ഉപദ്രവിക്കുകയും ചെയ്തു. കൂടാതെ വിവാഹകാര്യം പറഞ്ഞ് ഇയാളുടെ വീട്ടിലേക്ക് പോയപ്പോൾ പ്രതിയുടെ അമ്മ തനിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്നും യുവതി ചൂണ്ടിക്കാട്ടി. അതേസമയം യുവതി ഇയാളെ ഹണി ട്രാപ്പിൽ കുടുക്കുകയായിരുന്നുവെന്നും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസിൽ പ്രതിഭാഗത്തിന്റെ വാദം. ഭീഷണിപ്പെടുത്തി ഇയാളിൽ നിന്ന് പണം ആവശ്യപ്പെട്ടതായും അവകാശപ്പെടുന്നു. ലൈംഗികാരോപണം ഉന്നയിച്ചിട്ടും യുവതി വൈദ്യപരിശോധനയ്ക്ക് തയ്യാറാകാത്തതും പ്രതിഭാഗം മറ്റൊരു കാരണമായി പറഞ്ഞു. എന്നാൽ സഹോദരനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതിനാലാണ് വൈദ്യപരിശോധനയ്ക്ക് തയ്യാറാകാത്തതെന്ന് യുവതി പറഞ്ഞു. ഇത് വളരെ വിചിത്രമായ ഒരു കാരണമായി കണ്ട കോടതി ഈ ആരോപണം സ്ഥാപിക്കാൻ ആവശ്യമായ തെളിവുകളില്ലെന്നും നിരീക്ഷിച്ചു. 2014 മുതൽ 2018 വരെയുള്ള കാലയളവിൽ യുവതിയും പ്രതിയും അലഹാബാദിലെയും ലക്നൌവിലെയും ഹോട്ടലുകളിലും ഗസ്റ്റ് ഹൌസുകളിലും വെച്ച് പതിവായി കണ്ടുമുട്ടിയിരുന്നതായും കോടതി ചൂണ്ടിക്കാട്ടി. ഇവരുടെ 5 വർഷത്തെ ബന്ധത്തിനിടയിൽ യുവതി ഒരിക്കലും വിവാഹത്തിന് നിർബന്ധിച്ചിട്ടില്ലെന്നും 2019 വേർപിരിഞ്ഞതിനു ശേഷമാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും കോടതി എടുത്തു പറഞ്ഞു. വിവാഹം കഴിക്കുമെന്ന് തെറ്റിദ്ധരിച്ചാണ് ലൈംഗിക ബന്ധത്തിന് സമ്മതം നൽകിയതെന്നാണ് യുവതി ഉന്നയിക്കുന്ന പ്രധാന ആരോപണമെന്നും കോടതി വിലയിരുത്തി. മാത്രമല്ല 2010 യുവതി മറ്റൊരാളെ വിവാഹം കഴിച്ചിരുന്നതായും 2012 ഈ ബന്ധം അവസാനിപ്പിച്ചതായും കോടതി വിലയിരുത്തി. കൂടാതെ യുവതി തന്റെ ജാതിയെക്കുറിച്ച് പ്രതിയെ ആദ്യം തെറ്റിദ്ധരിപ്പിച്ചതായും ആരോപണമുണ്ട്. ഈ കേസിൽ ആരെയാണ് കബളിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്, ഡിവിഷൻ ബെഞ്ച് കൂട്ടിച്ചേർത്തു. തുടർന്ന് ഇരു കക്ഷികളുടെയും എല്ലാ തെളിവുകളും വാദങ്ങളും വിശദമായി പരിശോധിച്ച കോടതി യുവതിയുടെ അപ്പീൽ തള്ളിക്കളയുകയായിരുന്നു.